കോഴിക്കോട് മുക്കത്ത് ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ ചേർന്ന് മർദ്ദിച്ചു. യാത്രക്കാരെ കയറ്റിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. മുക്കം മണാശ്ശേരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ബാബുവിനാണ് മർദ്ദനമേറ്റത്. കോഴിക്കോട്ട് നിന്ന് റിയാസ് KMR. പെരുമ്പടപ്പുന്ന് മുക്കത്തേക്ക് പോരുമ്പോ നന്ദിലത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അതിനു മുമ്പ് രണ്ട് സ്ത്രീകൾ കൈ കാണിച്ച് മുക്കത്തേക്ക് പോകണം പറഞ്ഞപ്പോൾ ഞാൻ അവരെ കയറ്റി വന്ന് കുറച്ച് മുന്നോട്ടപ്പം തന്നെ ബാക്കിൽ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഇട്ട് ഞാൻ നിർത്തിയപ്പോൾ പിന്നെ കണ്ടക്ടർ ഇറങ്ങി ഒന്നും കേട്ട് എന്നോട് പറയുന്നത് ആളെടുക്കാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഷോപ്പ് നല്ല എടുത്ത്, ഞാൻ പെണ്ണുങ്ങൾ രണ്ടാളും വണ്ടിയിലുണ്ട്, ഞാൻ ഈ നന്ദിലത്തിന്റെ മുമ്പ് നട്ട് പിന്നെ കയ്യാടി മുക്കത്തേക്ക് പോകണം കയറ്റിയാന്ന് പറഞ്ഞു. അപ്പോൾ വർത്തമാനം കൊണ്ട് സൈയായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇന്നപ്പോഴേക്ക് പിന്നെ കണ്ടക്ടറും ഡ്രൈവറും നിന്ന് പിന്നെ വേറെ ഏതോ ചങ്ങായി വന്നും കേട്ട് എന്നെ പിടിച്ച് ഒരാൾ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ബസ് ഇങ്ങനെ ആയാണ് എങ്ങനെയാണ് നമ്മൾ പിന്നെ പരമാവധി എടുക്കൽ തന്നെയല്ല, ബസ്സുകാരെ ഒക്കെ നമ്മൾ മോട്ടോർ തൊഴിലാളികളല്ലേ നിലയ്ക്കല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് പോണതാ. അപ്പോൾ ഇവനിങ്ങനെ ഒരു അക്രമമായിട്ട് നിൽക്കുകയാണ്, ഇവനെങ്ങനെയാ? കോഴിക്കോട്ട് നിന്ന് റിയാസ് KMR ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു. ഓട്ടോ ഡ്രൈവറുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടതെന്ന് മനസ്സിലാക്കുന്നു. ഈ ബസ് ജീവനക്കാരുടെ ക്രൂരമായൊരു മർദ്ദനം ആണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? MS ഈ മുക്കം പ്രദേശത്ത് പൊതുവെ ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബസ് സ്റ്റോപ്പുകളിൽ നിന്നും ഓട്ടോക്കാർ യാത്രക്കാരെ കയറ്റുന്നു എന്നുള്ളതാണ് ബസ് ജീവനക്കാർ ആരോപിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ കയറ്റാറില്ല എന്ന് ഓട്ടോ തൊഴിലാളികളും പറയുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു തർക്കം അവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ശീതയുദ്ധം പോലെ ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഈ വൈകിട്ടോടുകൂടി അഗസ്ത്യമൊഴി, മുക്കത്തിലുള്ള അഗസ്ത്യമൊഴിയിലെ ഈ നന്ദിലത്തെ ജിമാർട്ട് ഷോറൂമിൻ്റെ പരിസരത്ത് നിന്ന് രണ്ട് സ്ത്രീകൾ ഈ ബാബു അതുവഴി വരുന്ന സമയത്ത്, ബാബു പെരുമ്പടപ്പിൽ നിന്നും അങ്ങോട്ടേക്ക് പോവുകയാണ്. മുക്കത്തേക്ക് പോകുന്ന സമയത്ത്, ഓട്ടോയിൽ പോകുന്ന സമയത്താണ് ഈ സ്ത്രീകൾ ബാബുവിൻ്റെ ഓട്ടോയ്ക്ക് കൈ കാട്ടുന്നു. അവിടെ ബസ് സ്റ്റോപ്പ് ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബാബു ആ രണ്ട് സ്ത്രീ യാത്രക്കാരെ കയറ്റി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ബാബുവിൻ്റെ ഓട്ടോയ്ക്ക് പിന്നാലെ വന്ന ബസ്സിലെ ജീവനക്കാർ ഈ ബാബുവിൻ്റെ ഓട്ടോയ്ക്ക് കുറുകെ ഈ ബസ് ഇട്ടുകൊണ്ട് തടയുകയും അവിടെ ഈ സ്ത്രീ യാത്രക്കാർ നിലനിൽക്കെ തന്നെ ബാബുവുമായി വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. ബസ്സിലെ 3 ജീവനക്കാർ, ഡ്രൈവറും കണ്ടക്ടറും അടക്കമുള്ള 3 ജീവനക്കാരാണ് ബാബുവുമായി തർക്കിച്ചത്. പിന്നീട് ബാബു പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ബാബു പുറത്തേക്ക് ഇറങ്ങിയതോടുകൂടി ബാബുവിൻ്റെ കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. ബാബുവിൻ്റെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ബാബുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടതും. എന്തായാലും ഇത് വലിയൊരു പ്രതിസന്ധി അവിടെ നിൽക്കുന്നു. ബാബു പറയുന്ന പോലെ എല്ലാവരും മോട്ടോർ തൊഴിലാളികളാണ്, തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഓട്ടോ തൊഴിലാളികളായാലും ബസ് ജീവനക്കാരായാലും ഉള്ളത്. അവർ പരസ്പരം ഒരു മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ കൈകാര്യം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ തർക്കവും ആക്രമവും ഒക്കെ ഉണ്ടാവുന്നത് അവർക്ക് ഭൂഷണമാണോ, അവർക്ക് നല്ലതാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മഹാമോശം ഏർപ്പാട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഈ പരസ്പരം പോരടിക്കുന്ന അന്നന്നത്തെ എണ്ണത്തിന് വേണ്ടിയാണ് ഇവരൊക്കെ എല്ലാവരും ആരായാലും ജോലി എടുക്കുന്നത്. ഒരാൾ മറ്റൊരാളുടെ തൊഴിലിലേക്ക് കടന്നു കയറാതിരിക്കുക എന്നുള്ളതാണ്. ബസ് സ്റ്റോപ്പ് അല്ലാത്ത ഇടത്തു നിന്നും യാത്രക്കാരെ കയറ്റാൻ ഓട്ടോ തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. എന്നാൽ ബസ് സ്റ്റോപ്പുകളിൽ നിന്നും യാത്രക്കാരെ കയറ്റി നേരെ കൊണ്ടുപോയി ബസ് ജീവനക്കാർക്കുള്ള യാത്രക്കാരെ കുറക്കുന്ന രീതിയും ശരിയല്ല, രണ്ടും ശരിയല്ല. ആ രീതി അതുകൊണ്ട് തന്നെ ഒരു പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ് ഈ ഓട്ടോ തൊഴിലാളികളും ബസ് ജീവനക്കാരും എന്ന് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മുക്കത്തെ സംബന്ധിച്ച് അത്തരത്തിലൊരു സാഹചര്യമില്ല. ഇനിയിപ്പോൾ ട്രേഡ് യൂണിയനുകളും പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഒക്കെ ഇടപെട്ട് ഇത്തരം കാര്യത്തിലൊരു ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബാബുവിനെ കയ്യേറ്റം ചെയ്ത 3 ജീവനക്കാരുടെ നടപടി അങ്ങേറ്റം ഒരു ഹീനമായ നടപടി എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. MS, നിയമ നടപടികളിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്?
നിലവിൽ ബാബു മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് MLC ആകും. അങ്ങനെ മെഡിക്കൽ ലീഗോ കേസ് ആകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നിയമ നടപടികളിലേക്ക് പോകും. പോലീസ് സ്വാഭാവികമായും പ്രാഥമികമായി ഒരു FIR ഇടും. FIR ഇട്ടതിന് ശേഷം സാധാരണ ഇത്തരം കേസുകളിൽ ഇതൊരു കയ്യേറ്റം നടന്ന കേസാണ്. അതുകൊണ്ട് ഇരുവിഭാഗവും ഒരേ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ സാധാരണ പോലീസ് ഒരു തുടക്കത്തിൽ കേസിലേക്ക് നീങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്കൊക്കെ നീങ്ങുന്നതിന് മുൻപ് രണ്ട് വിഭാഗം ആൾക്കാരുമായി ചർച്ച ചെയ്ത് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്ന നയം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പൊതുവെ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നൊരു സമീപനമുണ്ട്. മുക്കം പോലീസും അങ്ങനെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല, മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണമെന്നുള്ള ബാബു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ആ നിയമ നടപടികളിലേക്ക് പോലീസിന് നീങ്ങേണ്ടി വരും. അതും ഒരു മാതൃകാപരമായ നടപടി തന്നെയാണ്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് രണ്ട് കൂട്ടർക്കും നല്ലതല്ല. അത് അങ്ങേയറ്റം ഒരു മോശമായ ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് യാത്രക്കാരെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് ജോലിയും രണ്ട് തൊഴിൽ മേഖലയും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അന്നന്നത്തെ ഉപജീവനത്തിനാണ്, അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയാണ് രണ്ട് വിഭാഗം ആളുകളും തൊഴിലെടുക്കുന്നത് എന്നൊരു ബോധ്യത്തോടു കൂടി പരസ്പരം പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MS ശരി, റിയാസ് KMR ആണ് ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ചതിന്റെ വിവരങ്ങൾ നൽകിയത്.